ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റും ഗ്ലോയും ആകാൻ സഹായിക്കുന്ന ഒരു അമേസിങ് ഫേസ് പാക്ക് ആണ്. ഇത് നമുക്ക് പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് തരും. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റും നല്ല അടിപൊളി ഗ്ലോ ആയിട്ടിരിക്കും. നിങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറം ഭാഗം കണ്ടിട്ടില്ല, ഒരു തോട് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഗ്ലോ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. അപ്പം നമുക്കിത് ഒന്നെങ്കിൽ നമ്മൾ ഈ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയുണ്ടല്ലോ, തരിയില്ലാത്തത്, അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പച്ചരി കുതിർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. പച്ച പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പാല് സ്കിന്നിന് സ്യൂട്ട് അല്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിനാണ്. ഇത് പ്യുവർ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഗ്ലിസറിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തേനോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ഒരു റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫെറുലിക് ആസിഡ് അതുപോലെ തന്നെ പാരാ അമിനോ ബെൻസോയിക് ആസിഡ്, ഈ 2 ഘടകങ്ങൾ നമ്മുടെ സ്കിന്നിനെ ഈ ഒരു സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഒരു റേസിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ഫേഷ്യൽ സ്ക്രബ് കൂടെയാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ആക്നെ ഇതൊക്കെ മാറ്റിയെടുക്കാനും ഒരുപാട് നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റിയെടുക്കാൻ നല്ലതാണ്. ഇത് നല്ലൊരു ആന്റി ഏജിങ് ആണ്. അപ്പൊ ഈ ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് സ്കിന്നിനെ നല്ല നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ഒക്കെ ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ മിൽക്ക്, ഇത് നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും അതുപോലെ തന്നെ പാടുകൾ മാറ്റാനും നമ്മുടെ സ്കിൻ കളർ ഈവൻ ടോൺ ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മിൽക്ക്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ അത് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തു. ഇത് ഡ്രൈ ആകുമ്പോൾ ഒന്ന് നനച്ചിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടിപൊളി ഒരു പാക്കാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് കിട്ടും. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു പാക്ക് ഇട്ട് നല്ല ഫ്രഷ് ആക്കി വെച്ച ഈ ഒരു സ്കിന്നിലേക്ക് ഒരു ചെറിയൊരു മേക്കപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വളരെ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഒരു മേക്കപ്പ്. അപ്പൊ ഫസ്റ്റ് ഞാൻ റോസ് വാട്ടർ ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിനെ ഉള്ളിൽ നിന്ന് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ ഒരു pH ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഗ്ലോയും തരും. നെക്സ്റ്റ് ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. നിവയുടെ ലിപ് ബാം ആണ്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അർബൻ ബൊട്ടാണിക്സിന്റെ മോയ്സ്ചറൈസർ. നേരത്തെ യൂസ് ചെയ്ത റോസ് വാട്ടറും സെയിം അർബൻ ബൊട്ടാണിക്സിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഫേസിലേക്ക് ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ മേബിലിന്റെ സെൻസേഷണൽ മാറ്റ് ലിപ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഫ്ലഷിഡ് റെഡ് എന്നാണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് അത് എൻ്റെ കണ്ണിന് മീതെയായിട്ട് ഐ ഷാഡോ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഷ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം എടുത്തറിയാത്ത രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും തന്നെ വേറെ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാനൊരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്. ഇത് മെബിലിന്റെ കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ ഇതൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിലും നെക്കിലും ഒക്കെ.
നെക്സ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച ഒരു സെയിം ലിപ് കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൊട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ഈ മസ്കാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മേബിലിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈപ്പർ കേൾ മസ്കാര. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഫിനിഷ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ്. കണ്ടില്ലേ, നല്ല സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ വളരെ കുറച്ച് മേക്കപ്പ് മാത്രമൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ ഒരു പാക്ക് കൂടെ ഇട്ടിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.